നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വെട്ടിച്ചുരുക്കിയ പുതിയ എമ്പുരാന്റെ പതിപ്പ് നാളെ പ്രദർശനത്തിനെത്തും. സ്ത്രീകളെ ആക്രമിക്കുന്ന മുഴുവൻ ദൃശ്യങ്ങളും വെട്ടിമാറ്റി NIA പരാമർശം മ്യൂട്ട് ചെയ്തു. പന്നിയങ്കര ടോൾ പ്ലാസയിൽ നാട്ടുകാരിൽ നിന്നുള്ള ടോൾ പിരിക്കുന്നത് ഈ മാസം 7-ന് ശേഷം 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ഇളവ് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് സാവകാശം. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില കുറഞ്ഞു. സിലിണ്ടറിന് 42 രൂപയാണ് കുറഞ്ഞത്. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. ഒല്ലൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ച് യുവാവിനെ ദാരുണാന്ത്യം. ചിറ്റിശ്ശേരി സ്വദേശി കുണ്ടേപ്പറമ്പിൽ മണികണ്ഠൻ മകൻ 25 വയസ്സുള്ള ആഷിഖാണ് മരിച്ചത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു. പുലർച്ചെ 1:15 മംഗലാപുരം തിരുവനന്തപുരം ട്രെയിനിൽ നിന്നാണ് ഏകദേശം 32 വയസ്സ് തോന്നിക്കുന്ന യുവാവ് വീണത്. തലൂർ സെന്ററിലെ മൊബൈൽ ഷോപ്പിൽ നിന്ന് 30 ലക്ഷത്തോളം രൂപയുടെ സ്മാർട്ട് ഫോണുകൾ കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മോഷ്ടാക്കൾ മലയാളികളാണെന്ന നിഗമനത്തിലാണ് പോലീസ്. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 680 രൂപ വർദ്ധിച്ച് 68,080 രൂപയായി. ഗ്രാമിന് 8,510 രൂപയായി. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിനെ മേളപ്രമാണിമാർ നിറപറയും നെയ്യും സമർപ്പിച്ചു. ഏപ്രിൽ 9-നാണ് ആറാട്ടുപുഴ പൂരം. എരുമപ്പെട്ടി നെല്ലുവായ് പാടശേഖരത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. പരിസരത്തുള്ള വീട്ടുകാർക്കും സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം ശല്യമാകുന്നതായി പരാതി. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരി സ്ഥാനമേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി അത്താഴപൂജയും തൃപ്പുകയും കഴിഞ്ഞ ശേഷമാണ് പുതിയ മേൽശാന്തി സ്ഥാനമേറ്റത്. വേനലവധിയായതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്ക് കണക്കിലെടുത്ത് ദർശന സമയം 1 മണിക്കൂർ വർദ്ധിപ്പിച്ചു. ഇന്നു മുതൽ മെയ് 31 വരെയാണ് 1 മണിക്കൂർ അധിക ദർശന സമയം ലഭിക്കുക. ലോക സീറോ വേസ്റ്റ് ദിനത്തിൽ മുരിയാട് പഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലോക ഓട്ടിസം ദിനത്തോടനുബന്ധിച്ച് റൺ ഫോർ ഓട്ടിസം എന്ന സന്ദേശവുമായി ഇരിങ്ങാലക്കുട നഗരത്തിൽ ഓട്ടിസം ദിനാചരണം നടത്തി. ടൗൺഹാൾ പരിസരത്ത് നിന്ന് തുടങ്ങിയ വാക്കത്തോൺ മന്ത്രി ഡോക്ടർ R. ബിന്ദു ഫ്ളാഗ് ഓഫ് ചെയ്തു. തളിക്കുളത്ത് ആളൊഴിഞ്ഞ വീടിന്റെ പിറകുവശത്തെ വരാന്തയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തളിക്കുളം പണിക്ക വീട്ടിൽ സഹീറാണ് മരിച്ചത്. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രോത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറും. ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ കൊടിയേറ്റത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഹ്രസ്വചിത്ര സംവിധായകൻ അനിൽ പരക്കാടിനെ തൃശൂർ ആരവം നാടൻ കലാ സാംസ്കാരിക സമിതി പ്രവർത്തകർ ആദരിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അനാറ്റമി വിഭാഗം മേധാവി പ്രൊഫസർ VK സതീദേവി ഉപഹാര സമർപ്പണം നിർവഹിച്ചു. പുന്നമ്പറമ്പ് മച്ചാട് വിദ്വാൻ അളയത് സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ വായനാ വസന്തം ഉദ്ഘാടനം നടന്നു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സമത്വം സാമൂഹ്യനീതി എന്ന വിഷയത്തെ ആസ്പദമാക്കി നാടിപ്പാറ പിറവി കലാ സാംസ്കാരിക വേദി വായനാശാല സെമിനാർ സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച AL അംബേദ്കർ നഗർ സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായിരുന്നു. ശ്രീനാരായണ സഹോദര ധർമ്മവേദി കാട്ടൂർ ശാഖ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാന കമ്മിറ്റി വൈസ് ചെയർമാൻ PK സുധീഷ് ബാബു നിർവഹിച്ചു. കാട്ടൂരിൽ നടന്ന ചടങ്ങിൽ കാട്ടൂർ ശാഖ പ്രസിഡന്റ് സുധീർ ചെരുവിൽ അധ്യക്ഷത വഹിച്ചു. കൊച്ചിയിൽ നടന്ന 5ാമത് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ തൃശൂർ സ്വദേശി ആന്റണി C. ഫ്രാൻസിസിന് ബെസ്റ്റ് ഫിക്ഷൻ റൈറ്റർ അവാർഡ് ലഭിച്ചു. ആന്റണി രചനയും സംവിധാനവും നിർവഹിച്ച ഐലൻഡ് എന്ന സിനിമയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. 3 മുറി 9 സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ കാവടി മഹോത്സവത്തിന് കൊടിയേറി. മേൽശാന്തി കുട്ടൻ കൊടിയേറ്റ ചടങ്ങിന് നേതൃത്വം നൽകി. ഞായറാഴ്ചയാണ് കാവടി ഉത്സവം.
പെരുമ്പള്ളിശ്ശേരി ചങ്ങരയിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം നടന്നു. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തൃശൂരടക്കം 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാഞ്ഞാൽ കിള്ളിമംഗലം വാളനാത്തുകുന്ന് മുതൽ ഓമഞ്ചിക്കുളം വൈച്ചിറങ്കോണം റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രദേശത്ത് ബോർഡ് സ്ഥാപിച്ചു. ബന്ധപ്പെട്ട വകുപ്പുകൾ റോഡ് നന്നാക്കിയില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും വോട്ട് ചെയ്യില്ലെന്ന് പ്രദേശവാസികൾ. അനുവാദമില്ലാതെ അധ്യാപികയുടെ ഫോട്ടോ ഒപ്പം സിനിമയിൽ ഉപയോഗിച്ച സിനിമാ പ്രവർത്തകരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാൻ വിധിച്ച് ചാലക്കുടി മുൻസിഫ് കോടതി. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, സംവിധായകൻ പ്രിയദർശൻ, അസിസ്റ്റന്റ് സംവിധായകൻ മോഹൻദാസ് എന്നിവരിൽ നിന്നും 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഈടാക്കാനാണ് ചാലക്കുടി മുൻസിഫ് മജിസ്ട്രേറ്റ് MS ഷൈനി ഉത്തരവിട്ടത്. ബസ് സ്റ്റാൻഡുകളുടെ ഫീസ് കുത്തനെ കൂട്ടി തൃശൂർ കോർപ്പറേഷൻ. കൂടിയാലോചനകൾ ഇല്ലാതെ നടത്തിയ വർധനവ് ബഹിഷ്കരിച്ച് ബസ് ഉടമകൾ. വടക്കാഞ്ചേരി റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. വില്ലടം സ്വദേശി വിഷ്ണുപ്രിയ, മലപ്പുറം സ്വദേശി അൻസാർ, സഹയാത്രികൻ കോങ്ങാട് സ്വദേശി ജമാലി എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ BJP മുൻ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിന്റെ മൊഴിയെടുത്തു. പോലീസിന്റെ അനാവശ്യ ഇടപെടലുകളാണ് പൂരം അലങ്കോലമാകാൻ കാരണമെന്ന് മൊഴി നൽകിയതായി അനീഷ് കുമാർ. സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി T ഗോപിനാഥൻ നയിക്കുന്ന ജാഥ വ്യാഴാഴ്ച ആരംഭിച്ച് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകളിലൂടെ സഞ്ചരിച്ച് ഈ മാസം 9-ന് സമാപിക്കും. ഭരണി മഹോത്സവം നടന്ന കൊടുങ്ങല്ലൂർ നഗരവും ശ്രീ ഗുരുബ ഭഗവതി ക്ഷേത്ര പരിസരവും CPMന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തൃത്തല്ലൂർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെയും തൃശൂർ വെസ്റ്റ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങനം RMVHS സ്കൂളിൽ നിന്നും വിരമിക്കുന്ന KB ജിജി, K സുമ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ET ടൈസൺ MLA യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏനാമാക്കൽ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ ദശദിന അവധിക്കാല ഫുട്ബോൾ ക്യാമ്പ് തുടങ്ങി. സ്കൂൾ ഗ്രൗണ്ടിൽ തുടങ്ങിയ ക്യാമ്പ് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.